എല്ലാവർക്കും ഒരു ശുഭദിന ആശംസകളോടുകൂടി പുതിയ വീഡിയോയിലേക്ക് കടക്കുകയാണ്. നമ്മൾ വിഷു ഫലത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അശ്വതി, ഭരണി എന്നീ നക്ഷത്രങ്ങളുടെ വിഷുഫലം, ഒരു വർഷത്തെ വിഷുവർഷ ഫലങ്ങൾ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ ഈ വിഷുവർഷ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് രണ്ട് കൂറുകളാണ്, അതായത് മേടക്കൂറും ഇടവക്കൂറും. അപ്പോൾ ഈ രണ്ട് കൂറുകളിലെയും നക്ഷത്രക്കാർക്കുള്ള അവരുടെ ഈ വിഷുവർഷത്തിലെ പ്രധാന മാറ്റങ്ങൾ, തൊഴിലുള്ള മാറ്റങ്ങൾ, സാമ്പത്തിക മാറ്റങ്ങൾ, കുടുംബവും ആരോഗ്യവുമൊക്കെ നമ്മൾ വിശദമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന ഒരു വർഷമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക്. സൂര്യൻ അധിപനായ ഈ നക്ഷത്രക്കാർക്ക് വർഷത്തിൻ്റെ പകുതി വരെ ചില തടസ്സങ്ങൾ നേരിടേണ്ടി വരുമെങ്കിലും അതിനുശേഷം വലിയ പുരോഗതിയും ഭാഗ്യാനുഭവങ്ങളുമാണ് കാത്തിരിക്കുന്നത്. നല്ല സമയം എന്ന് പറഞ്ഞാൽ ജൂലൈ മുതൽ, അതായത് 2026 ജൂലൈ മുതൽ ഡിസംബർ വരെ വളരെ വലിയ ഭാഗ്യാനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ പുരോഗതിയുമൊക്കെ തീർച്ചയായും ഉണ്ടാവും. ജൂലൈ മാസം വരെ അല്ലറ ചില്ലറ തടസ്സങ്ങളുണ്ടാകുമെങ്കിലും അതിനെ നിങ്ങൾ ക്ഷമാപൂർവം തരണം ചെയ്തു പോകുക. മേടക്കൂറിൻ്റെ ഒന്നാം പാദത്തിലും ഇടവക്കൂറിൻ്റെ അവസാന 3 പാദത്തിലുമായിട്ടാണ് ഈ കാർത്തിക നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. മേടക്കൂറുകാർക്ക് 7.5 ശനി തുടരുന്നതിനാൽ മാനസികമായ സമ്മർദ്ദങ്ങൾ കുറേയൊക്കെ നേരിടേണ്ടി വരും. ഇറങ്ങുന്ന കാര്യങ്ങളിലെല്ലാം തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൊണ്ട് മാനസികമായ വേദനകളോ ഒക്കെ ഉണ്ടാകാം. മാനസികമായി അലട്ടുന്ന പല സംഭവങ്ങളെയും നേരിടേണ്ടി വരും, അനുഭവത്തിൽ വരും. പക്ഷേ അതിനെ നിങ്ങൾക്ക് അതിജീവിക്കുവാനും കഴിയും. ജൂൺ മാസത്തിലെ വ്യാഴമാറ്റം തീർച്ചയായും ഈ മേടക്കൂറിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടം കൊണ്ടുവരും. ജൂൺ മാസത്തിന് ശേഷം സാമ്പത്തിക നേട്ടങ്ങൾ, കുടുംബത്തിൽ സമാധാനത്തിനും ഐശ്വര്യത്തിനുമൊക്കെ വഴിയുണ്ടാകും. ഇടവക്കൂറുകാർക്ക്, ഇടവത്തിൻ്റെ ഈ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദങ്ങളാണ് വരുന്നത്. ഇവർക്ക് ശനി 10ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ തൊഴിൽ രംഗത്ത് വലിയ ഉത്തരവാദിത്തങ്ങളും അവസരങ്ങളുമൊക്കെ ഉണ്ടാകും. കഠിനമായ അധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കാൻ തീർച്ചയായും സാധിക്കുന്നൊരു സമയമാണ്. പക്ഷേ ഈ ജൂൺ മാസം കഴിയുന്നതുവരെ കുറച്ച് താമസമുണ്ടാകും. അതുവരെ നിങ്ങൾ ക്ഷമയോടുകൂടി നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ കർമ്മരംഗം അതിൽ തന്നെ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുക. തൊഴിലിനെയും സാമ്പത്തികത്തെയും പറ്റി പറയുകയാണെങ്കിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞല്ലോ. അത് വലിയ ഉത്തരവാദിത്തങ്ങളായിരിക്കാം. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഔദ്യോഗിക മേഖലയിലാണെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്നും കുറേ കൂടി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന, വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊമോഷൻ്റെ സാധ്യത പോലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റവും അതിനേക്കാൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തേക്കോ സ്ഥാനത്തേക്കോ ഉള്ള കയറ്റങ്ങളും ലഭിക്കുവാനും വളരെ സാധ്യതയുള്ളതാണ്. ഈ വർഷത്തിൻ്റെ 2ാം പകുതി ജൂണിന് ശേഷം അതെല്ലാം സാധ്യമാവും. കാരണം ജൂണോടുകൂടി നമുക്ക് വ്യാഴമാറ്റം സംഭവിക്കുകയാണ്. വ്യാഴൻ്റെ അനുഗ്രഹം ഈ തൊഴിൽ രംഗത്ത് തീർച്ചയായും ഉണ്ടാകുന്ന സമയമാണ്. ഇനി ബിസിനസ് രംഗത്തോ അല്ലെങ്കിൽ സ്വയം സംരംഭങ്ങൾ നടത്തുകയോ തൊഴിൽ മേഖലകളിലൊക്കെ പണിയെടുക്കുന്നവരോ ഒക്കെ ആണെങ്കിലും അവർക്കും ഇത് തന്നെയാണ് ഫലം. ജൂൺ മാസത്തിന് ശേഷം നിങ്ങൾക്ക് വളരെ വലിയ നേട്ടങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വരും. സാമ്പത്തിക ലാഭം തീർച്ചയായും ഉണ്ടാകും. സാമ്പത്തികപരമായ കാര്യങ്ങളെപ്പറ്റി വിശദമായി പറയുകയാണെങ്കിൽ അനാവശ്യമായ ചെലവുകൾ നിങ്ങൾ നിയന്ത്രിക്കണം. അത് ജൂൺ മാസം വരെ പിടിച്ചു തന്നെ നിങ്ങൾ ചെലവാക്കുക. ജൂൺ മാസത്തിന് ശേഷം വരുന്ന പണം, നിങ്ങളുടെ നിലവിലുണ്ടായിരുന്ന ബാധ്യതകൾ, മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബാങ്ക് ലോണുകളോ കടമോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അടച്ചു തീർക്കുവാൻ വേണ്ടി കൂടി വിനിയോഗിക്കണം. അല്ലാതെ പണം വരുമ്പോൾ മതിമറന്ന് ചെലവിടാനായി ശ്രമിക്കരുത്. നിങ്ങൾക്ക് കിട്ടുന്ന പണം, അത് ജോലിയുടെ കൂലിയായാലും ബിസിനസ്സിൻ്റെ ലാഭമായാലും ഔദ്യോഗിക രംഗത്തെ സർക്കാർ മേഖലയിലോ പ്രൈവറ്റ് മേഖലയിലോ പണിയെടുക്കുന്നവർക്ക് കിട്ടുന്ന ശമ്പളമായാലും അതിനെ ഒരു കരുതൽ ധനമായി വെച്ചുകൊണ്ട് അതിൽ നിന്നും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഭാവിയിലേക്കുള്ളൊരു വരുമാന മാർഗം കൂടി ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കുകയും വേണം.
ഭൂമി ഇടപാടുകളിൽ നിന്നും, കൃഷിയിൽ നിന്നും, വ്യവസായത്തിൽ നിന്നും, ബിസിനസ്സുകളിൽ നിന്നും നിങ്ങൾക്ക് നല്ല ലാഭം പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു വിഷു വർഷമാണിത്. പഴയ കടബാധ്യതകൾ തീർക്കുവാൻ നിങ്ങൾക്ക് തീർച്ചയായും ഈ വർഷം സാധിക്കും. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ച് പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കുറച്ച് ശ്രദ്ധ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. കേൾവി മാത്രമുള്ളതും നിങ്ങൾക്ക് ഉറപ്പില്ലാത്തതുമായ യാതൊരു സംരംഭവും ആരംഭിക്കുകയോ അത്തരം സംരംഭങ്ങളെ ഏറ്റെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുമ്പും നിങ്ങൾ കൃത്യമായ ഒരു വിദഗ്ധ ഉപദേശം തേടുകയോ അതിനെപ്പറ്റി നന്നായി പഠിച്ചതിന് ശേഷം ഇറങ്ങുകയോ ചെയ്യണം. പങ്കാളിയുമായി നല്ല ബന്ധം, പങ്കാളിത്ത ബിസിനസ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ കൂട്ടു ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമായി നല്ല ബന്ധം സൂക്ഷിക്കുവാനും കൃത്യമായ ഒരു ആശയവിനിമയം നടത്തുവാനുമൊക്കെ തീർച്ചയായും ശ്രമിക്കണം. കാരണം ജൂൺ മാസത്തിന് ശേഷം നിങ്ങളുടെ പങ്കാളിത്ത ബിസിനസ്സിൽ വളരെ വലിയ ലാഭം നിങ്ങൾക്കുണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് മനസ്സ് തുറന്നുള്ളൊരു ചർച്ചയിലൂടെ പുതിയ ആശയങ്ങൾ ഈ ജൂൺ മാസത്തിന് ശേഷം നിങ്ങൾക്ക് കൂടുതൽ ലാഭം കിട്ടുന്ന കാര്യങ്ങളെപ്പറ്റി സംസാരിച്ച് ഒരുമിച്ച് തീരുമാനമെടുത്ത് ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുക. കുടുംബത്തിൽ മംഗളകരമായ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. മംഗളകർമ്മങ്ങൾ, വിവാഹം, പാലുകാച്ച്, നൂലുകെട്ട്, അങ്ങനെയൊക്കെ തുടങ്ങിയുള്ള അത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് പങ്കെടുക്കുവാനോ നേതൃത്വം വഹിക്കുവാനോ ഒക്കെ അവസരമുണ്ടാകും. മക്കളുടെ കാര്യത്തിൽ, അവരുടെ പഠന കാര്യത്തിലോ വിവാഹ കാര്യത്തിലോ നാളിതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ ഈ വിഷുവർഷത്തിൽ മാറും. അവരുടെ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ഉത്കണ്ഠ മാറി സമാധാനവും സന്തോഷവുമൊക്കെ ഉണ്ടാകുന്ന ഒരു വിഷുവർഷം കൂടിയാണിത്. നിങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഉദര സംബന്ധമായ അസുഖങ്ങളോ നേത്രരോഗങ്ങളോ നിങ്ങളെ അലട്ടാൻ സാധ്യതയുണ്ട്. അവ കൃത്യമായൊന്ന് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകുക. കൃത്യമായ ഭക്ഷണക്രമം പാലിക്കുവാൻ ശ്രമിക്കണം. അമിതമായി യാത്ര ചെയ്യേണ്ടി വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം കഴിക്കാതിരിക്കാൻ ഒരിക്കലും മറക്കരുത്. സ്വഭാവത്തിൽ അമിതമായ കോപം നിയന്ത്രിക്കുവാൻ ഒന്ന് ശ്രമിക്കുന്നത് നല്ലതാണ്. എടുത്തുചാട്ടം ഒരു കാരണവശാലും ഈ വിഷുവർഷത്തിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഘടകമായിരിക്കില്ല. നിങ്ങൾക്ക് ഈ വിഷുവർഷത്തിൽ ലഭിക്കുന്ന പുരോഗതികൾ, ഐശ്വര്യങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങളൊക്കെ നിങ്ങളുടെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കുക. നിങ്ങളുടെ ഔദ്യോഗിക രംഗം, കർമ്മരംഗം, നിങ്ങളുടെ ബിസിനസ് രംഗം ഇതൊക്കെ നിങ്ങളുമായിട്ടുള്ള വരുമാന മാർഗത്തിൽ കോർത്തിണക്കിയിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുമായി നല്ല ബന്ധം തന്നെ നിങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകണം. അവരുടെ കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന പുരോഗതിയും ഭാഗ്യാനുഭവങ്ങളുമൊക്കെ നേടിയെടുക്കുവാൻ കഴിയൂ എന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത്. വിവാഹത്തിന് 2026 ജൂലൈ മുതൽ ഡിസംബർ വരെ വളരെ ഉത്തമമായ ഒരു കാലഘട്ടമാണ്. ഇതുവരെ വിവാഹം നടക്കാതിരുന്നവർ അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കെല്ലാം ജൂലൈ മുതൽ ഈ ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ ശ്രമിച്ചാൽ നന്നായിരിക്കും, നടക്കും. ഗ്രഹനിർമ്മാണത്തിന് ചിങ്ങം, അതായത് ഓഗസ്റ്റ്, വൃശ്ചികം എന്ന് പറയുമ്പോൾ നവംബർ, ഇംഗ്ലീഷ് മാസം, ഈ മാസങ്ങളൊക്കെ നിങ്ങൾക്ക് ശുഭകരമാണ്. ഗ്രഹനിർമ്മാണത്തിന് അല്ലെങ്കിൽ സ്വന്തമായൊരു ഗ്രഹം വാങ്ങുവാനൊക്കെ ഈ വിഷുവർഷത്തിൽ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും സാധിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിലും തീർച്ചയായും സാധിക്കും. ഇതിനുള്ള പരിശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ മതി. ഇതിനുള്ള ഈശ്വര കടാക്ഷം തീർച്ചയായും ഈ സമയത്ത് ലഭിക്കും. വാഹനം വാങ്ങാൻ സെപ്റ്റംബർ, ഒക്ടോബർ, അതായത് നവരാത്രി കാലം, ഈ സമയത്തൊക്കെ, ഈ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളെല്ലാം നിങ്ങൾക്ക് വാഹനം വാങ്ങിക്കാൻ അനുയോജ്യമാണ്. ആ കാലഘട്ടത്തിലൊക്കെ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നവരാത്രി കാലത്തിലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ആ വാഹനം നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും എന്ന് തന്നെ പറയാം. കാർത്തിക നക്ഷത്രത്തിനെ നമ്മൾ അതിൻ്റെ ഒരു ഫലം ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഭാഗ്യാനുഭവം എന്നത് 75%. 25% മാത്രമേ നിങ്ങൾക്ക് കുറച്ച് പ്രതിസന്ധികളും
ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതിനെ നിങ്ങൾ ക്ഷമയോടുകൂടി, ആ ക്ഷമ എന്ന വാക്കിന് വളരെ അർത്ഥമുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക. ആ ക്ഷമയോടുകൂടി നിങ്ങൾ നിരന്തര പരിശ്രമത്താൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ 25% നെഗറ്റിവിറ്റിയെ നിങ്ങൾക്ക് തന്നെ മറികടക്കാം. ഭാഗ്യാനുഭവം 75% ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് നേട്ടമുള്ളൊരു വർഷം തന്നെയാണിത്. അനുകൂലമായ നിറം കടും ചുവപ്പും വെളുപ്പുമാണ്. ശുഭദിനങ്ങൾ ഞായറാഴ്ചയും വ്യാഴാഴ്ചയാണ്. നിങ്ങൾ ശുഭകരമായ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നത് ഞായറാഴ്ചയോ വ്യാഴാഴ്ചയോ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി അനുകൂലത നിങ്ങൾക്ക് ലഭിക്കും. പരിഹാരങ്ങൾ: ഞായറാഴ്ച സൂര്യദർശനം നടത്തുകയോ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുകയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും. 25% നെഗറ്റിവിറ്റി ഉണ്ട് എന്ന് പറഞ്ഞതിനെ തരണം ചെയ്യാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ഇടവക്കൂറുകാർ ശനിയാഴ്ചകളിൽ ശാസ്താവിനെ ഭജിക്കുന്നത് വളരെ ഉത്തമമാണ്. സൂര്യൻ്റെ ആധിപത്യം ഉള്ളതിനാൽ നിങ്ങളുടെ ആത്മവിശ്വാസം ഈ വർഷം വർദ്ധിക്കും. അത് നിങ്ങൾക്ക് വളരെ നേട്ടങ്ങളുണ്ടാക്കുന്ന ഒരു കാലമാണ്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ധൃതി കാണിക്കാതിരിക്കുക. അതാ നേരത്തെ പറഞ്ഞ ക്ഷമ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി. നിങ്ങൾ തീരുമാനങ്ങൾ എടുത്ത് ചാടിയെടുക്കാതെ അല്പം സമയമെടുത്ത് ചിന്തിച്ച് തന്നെ പ്രവർത്തിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് നേട്ടങ്ങൾ തന്നെയായിരിക്കും ഈ വിഷുവർഷം ഉണ്ടാകുന്നത്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ്. അത് സാധ്യമാകും. 2026 ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവ് വിദേശയാത്രയ്ക്ക് തടസ്സങ്ങൾ നീങ്ങുന്ന ഒരു കാലഘട്ടമാണ്. വിസ സംബന്ധമായ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിൽ അത് പരിഹരിക്കപ്പെടും. IT മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, മറ്റ് ടെക്നോളജികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കെല്ലാം മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ലഭിക്കുവാനോ നിലവിലുള്ള ജോലിയിൽ പ്രമോഷനോടുകൂടി വിദേശത്തേക്ക് മാറാനോ ഒക്കെ സാധ്യതയുണ്ട്. വിദേശത്തെ തൊഴിൽ നോക്കുന്നവർക്കും നേട്ടമുണ്ടാകുന്നതാണ്. ഇതിൽ മേടക്കൂറുകാർക്ക് 7.5 ശനി നിലനിൽക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അതിനുണ്ട് കരിയറിൽ കുറച്ച് കഠിനാധ്വാനം ആവശ്യമാണ്. നിങ്ങൾ ഈ മേടക്കൂറുകാരായ കാർത്തിക നക്ഷത്രക്കാർ കുറച്ചുകൂടി ഒന്ന് എഫർട്ട് എടുത്ത് മുമ്പോട്ട് പോകണം, എങ്കിലേ അവരുടെ കാര്യങ്ങൾ സാധിക്കൂ. പക്ഷേ ജൂൺ മാസത്തിൽ വ്യാഴത്തിൻ്റെ സഹായം നിങ്ങൾക്ക് ഭയങ്കരമായി ലഭിക്കും. ആ സമയത്ത് തീർച്ചയായും നിങ്ങളുടെ അധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കും. അതുകൊണ്ട് മേടക്കൂറുകാർ ആദ്യമൊക്കെ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഉണ്ടാകുകയാണ് എന്നുണ്ടെങ്കിലും പിന്മാറരുത്, പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ഒരിക്കലും തോൽവി സമ്മതിച്ച് നമ്മൾ ജീവിതത്തിൽ നിന്നും പിന്നോട്ട് പോകരുത്. നമ്മുടെ ലക്ഷ്യം ഏതാണോ അതിന് നിരന്തരമായി ശ്രമിച്ചു കഴിഞ്ഞാൽ അനുകൂലമായ സമയത്ത് അത് സാധ്യമാകും. അതിൽ യാതൊരു സംശയവുമില്ല. ഇടവക്കൂറുകാർ, അതായത് അവസാനത്തെ 3 പാദങ്ങൾ, കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദങ്ങൾ, ഒരു 10ാം ഭാവത്തിൽ ശനി, ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും എന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കഴിയും, നേട്ടമുണ്ടാക്കാൻ കഴിയും. കഠിന പ്രയത്നം അത് ഈ ഇടവക്കൂറുകാർക്കും മേടക്കൂറുകാർക്കും ഒരുപോലെ തന്നെയാണ്. അത് നിങ്ങൾ മനസ്സുറച്ച് തന്നെ പ്രവർത്തിക്കുക. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് മികച്ച ഫലങ്ങൾ നൽകുന്ന വർഷമാണ്. ഉപരിപഠനത്തിന് വിദേശ സർവകലാശാലകളിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് 2026 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ തീർച്ചയായും നല്ല ഫലങ്ങൾ, ശുഭ വാർത്തകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മത്സര പരീക്ഷ, PSC, UPSC തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഈ വർഷം വിജയിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏകാഗ്രതയോടുകൂടി പഠിച്ചാൽ തീർച്ചയായും സർക്കാർ ജോലി എന്ന സ്വപ്നം കാണുന്നവർക്ക് അത് സഫലീകരിക്കുവാനായി ഈ വിഷുവർഷത്തിൽ തീർച്ചയായും സാധിക്കും. IT ആൻഡ് ടെക്നോളജി മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ പറ്റി വീണ്ടും പറയുകയാണ്. സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച പ്ലേസ്മെൻറ്റ്, നല്ല മൾട്ടിനാഷണൽ കമ്പനികളിൽ വലിയ ശമ്പളത്തിൽ പ്ലേസ്മെൻറ്റ് ആ കോഴ്സ് കഴിയുന്ന സമയത്ത് തന്നെ ലഭ്യമാകുവാനായിട്ടുള്ള വളരെ വലിയ സാധ്യതയാണ് ഈ വിഷുവർഷത്തിലുള്ളത്. പിന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് നിങ്ങൾക്ക് സെപ്റ്റംബർ മാസത്തിന് ശേഷം എടുക്കുന്നതായിരിക്കും ഉചിതം. അതായത് ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭം നടത്തുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മാറണം. ആ ജോലി നിങ്ങൾക്ക് രാജിവെക്കണം, അല്ലെങ്കിൽ ആ കമ്പനി നിങ്ങൾക്ക് നിർത്തി മറ്റൊന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു സാധനം സ്റ്റോപ്പ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കുന്നെങ്കിൽ അത് സെപ്റ്റംബറിന് ശേഷം എടുക്കുന്നതാണ് ഉചിതം.
അതിൻ്റെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ജൂൺ മാസത്തിൽ വ്യാഴം മാറുന്നതോടുകൂടി നിങ്ങൾ അല്പം മനസ്സ് മടിച്ചു നിൽക്കുകയാണ്. ഇപ്പോഴെങ്കിലും നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയിൽ നിങ്ങൾക്ക് കുറച്ച് മാനസികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ജൂൺ മാസത്തിൽ വ്യാഴം മാറുന്നതോടുകൂടി നിങ്ങൾക്കത് അനുകൂലമായിട്ട് വരും. അപ്പോൾ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാവും. അതേസമയം നിങ്ങൾ എടുത്തു ചാടി ഒരു തീരുമാനത്തിൽ ആ ജോലിയോ ബിസിനസ്സോ സ്റ്റോപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങൾക്ക് അനുഭവത്തിൽ വരാനുള്ളൊരു സൗഭാഗ്യം അനുഭവിക്കാൻ കഴിയാതെ വരും. ഇനി ജൂൺ മാസത്തിന് ശേഷം വ്യാഴം മാറി നിങ്ങൾക്ക് സാമ്പത്തികപരമായ മെച്ചമൊക്കെ ഉണ്ടായി നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അതിനേക്കാൾ വലിയൊരു പൊസിഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത്തരം തീരുമാനങ്ങൾ ഈ സെപ്റ്റംബറിന് ശേഷം 2026 സെപ്റ്റംബറിന് ശേഷം മാത്രം എടുക്കുക. അതാണ് ഈ പറയുന്ന കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത്. ഓഫീസിലെ രാഷ്ട്രീയത്തിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുക. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ തൊഴിലിടത്തെ അല്ലെങ്കിൽ ബിസിനസ് രംഗത്തെ നിങ്ങളുടെ കസ്റ്റമറുമായിട്ടോ മേലുദ്യോഗസ്ഥരുമായിട്ടോ സഹപ്രവർത്തകരുമായിട്ടോ നിങ്ങൾ രാഷ്ട്രീയമായ കാര്യങ്ങളിൽ തർക്കത്തിൽ പോകാതിരിക്കാൻ ശ്രമിക്കുക. ഇവരോടെല്ലാം മേലുദ്യോഗസ്ഥർ, സഹപ്രവർത്തകർ, നിങ്ങളുടെ ക്ലയൻസ്, ഇവരുമായിട്ടെല്ലാം നല്ല ബന്ധം പുലർത്തുവാനായിട്ട് ശ്രമിക്കണം. കരിയറിൽ നിന്നുള്ള വരുമാനം വസ്തുവകകളിലോ സ്വർണത്തിലോ നിക്ഷേപിക്കാൻ നിങ്ങൾക്ക് അനുകൂലമായ ഒരു വർഷം കൂടിയാണ് ഈ വിഷുവർഷം. അതിനുള്ള സമ്പാദ്യം നിങ്ങൾക്കുണ്ടാകും. അത് നേരത്തെ പറഞ്ഞ് കടബാധ്യതകളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. നിങ്ങളുടെ കയ്യിൽ മെച്ചം വരുന്ന തുക അനാവശ്യമായ ആർഭാടമായി ചിലവഴിക്കാതെ ഭാവിയിലേക്ക് ഒരു കരുതലിന് വേണ്ടി നിക്ഷേപിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതം കുറെ കൂടി സുഗമമാക്കും. കാർത്തിക നക്ഷത്രക്കാർക്കുള്ള പ്രത്യേക പരിഹാരങ്ങളും കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വിദ്യാഭ്യാസത്തിലും കരിയറിലുമുള്ള തടസ്സങ്ങൾ മാറാൻ നിങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. സരസ്വതി പൂജ, പഠിത്തത്തിൽ ഏകാഗ്രത ലഭിക്കാൻ നിത്യവും സരസ്വതി മന്ത്രം ജപിക്കുന്നതും അല്ലെങ്കിൽ സരസ്വതി ക്ഷേത്ര ദർശനം, അവിടെ പൂജയോ വഴിപാടുകളോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതും വിദ്യാർത്ഥികൾക്ക്, വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഒക്കെ അനുകൂലമായിരിക്കും. സൂര്യ നമസ്കാരം കഴിയുമെങ്കിൽ ചെയ്യുക. ഞായറാഴ്ചകളിൽ സൂര്യ നമസ്കാരം ചെയ്യുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം, നിങ്ങളുടെ മാനസികമായ ധൈര്യം വർദ്ധിപ്പിക്കും. അത് നിങ്ങൾക്ക് അല്പസ്വല്പം ഉണ്ടാകുന്ന തടസ്സങ്ങളിൽ നിന്നും പിന്മാറാതെ അതിനെ പൊരുതി തോൽപ്പിച്ച് ബുദ്ധിപൂർവ്വം മുമ്പോട്ട് പോകുവാനുള്ള ആത്മധൈര്യം നൽകും. അതുകൊണ്ട് ഞായറാഴ്ചകളിൽ കഴിയുമെങ്കിൽ സൂര്യ നമസ്കാരം ചെയ്യുവാൻ ശ്രമിക്കുക. ദാനം നൽകണം. അത് വ്യാഴാഴ്ചകളിൽ മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കളോ പുസ്തകങ്ങളോ വസ്ത്രങ്ങളോ ഒക്കെ ദാനം ചെയ്യുന്നത് വ്യാഴത്തിൻ്റെ പ്രീതിക്ക് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. അത് കൂടാതെ തന്നെ അശരണർക്ക്, സഹജീവികൾക്ക്, പാവപ്പെട്ടവർക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായം, ഒരു നേരത്തെ ആഹാരമോ ഒരു ഗ്ലാസ് വെള്ളമോ എങ്കിലും കൊടുക്കണം, ദാനം ചെയ്യുക. വ്യാഴം നിങ്ങളെ അനുഗ്രഹിക്കും. ശനിദോഷത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നേടാനുമൊക്കെ ആ പ്രക്രിയ, ആ ഒരു പ്രവൃത്തി നിങ്ങളെ ഒരുപാട് പിന്തുണയ്ക്കും. സാധുമൃഗങ്ങൾ, തെരുവ് നായകൾക്ക് ആഹാരം കൊടുക്കുന്നത് വളരെ വലിയ ഒരു പുണ്യമാണ്. അവയ്ക്ക് വെള്ളം കൊടുക്കുന്നത്, കഴിയുമെങ്കിൽ ഒരു തെരുവിൽ കിടക്കുന്ന എന്തിനെങ്കിലും ഒരു അഭയം കൊടുക്കുന്ന ഒരു നായ്ക്കുട്ടിക്കോ ഒരു പൂച്ചക്കുട്ടിക്കോ ഒരു മിണ്ടാപ്രാണിക്ക് എന്തിനെങ്കിലും കിടക്കാൻ ഒരു ശകലം സ്ഥലവും അല്പം ആഹാരവും കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോവുക. തെരുവ് നായയുടെ കാര്യം പ്രത്യേകം പറഞ്ഞത്, നായ കാലഭൈരവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മൃഗമാണ് എന്നതുകൊണ്ട് കൂടിയാണ്. നിങ്ങൾക്ക് എല്ലാവിധ ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യവും ഈ വിഷുവർഷത്തിൽ തീർച്ചയായും ഉണ്ടാകും. 75% നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും സാമ്പത്തിക നേട്ടവും ഐശ്വര്യവും ഒക്കെ പ്രദാനം ചെയ്യുന്ന ഒരു വിഷുവർഷമാണിത്. നിങ്ങൾ ശ്രമിച്ചാൽ ഇത് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ നിങ്ങൾ പെട്ടു നിൽക്കുന്ന അവസ്ഥ, നിങ്ങളുടെ പ്രതിസന്ധികൾ ഒക്കെ തരണം ചെയ്ത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള വിദ്യാഭ്യാസം, ജോലി, വിവാഹം, സ്വന്തമായൊരു വാഹനം, ഒരു പാർപ്പിടം, ഒരു ഭവനം, ഇതെല്ലാം സമ്പാദിക്കുവാൻ കഴിയുന്ന വളരെ മനോഹരമായ ഐശ്വര്യവത്തായ ഒരു വിഷുവർഷമാണ് ഈ 2026 ഏപ്രിൽ മാസത്തിലെ വിഷുവോടുകൂടി ആരംഭിക്കുന്നത്. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ, ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.